നമസ്തേ നമസ്തേ. അപ്പോൾ ഞാനിന്നലെ സനാതനധർമ്മത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമൊക്കെ അല്പം എനിക്കറിയാവുന്ന അല്പം വളരെ വളരെ കുറച്ച് മാത്രമേ എനിക്കറിയാവുള്ളൂ. അത് ഞാൻ പറയേണ്ടായി. അപ്പോൾ അതിൻ്റെ തന്നെ അത് കുറച്ചുകൂടി വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നൗ സ്പിരിറ്റ്, ഇപ്പം നമ്മൾ ജീവൻ എന്ന് പറയില്ലേ, ജീവൻ ഇപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണത്തിൽ ജീവൻ എപ്പോഴാണ് പ്രവേശിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഈ ജീവൻ എന്ന് പറയുന്നത് സ്പിരിറ്റാണ്, ബോഡിലെസ്സാണ്, ശരീരമില്ലാത്തതാണ്. ശരീരമില്ലാത്തൊരു സംഗതി നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ അതെപ്പോഴാണ് കയറിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റുമോ? ശരീരമുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശൻ മരിച്ചു പോകുന്നു, നമ്മൾ തൊട്ടടുത്തിരിക്കണേ, മുത്തശ്ശൻ്റെ തൊട്ടടുത്തിരിക്കണേ, മുത്തശ്ശൻ്റെ കൈയും പിടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പെട്ടെന്ന് കൈ ഇങ്ങനെ തളർന്ന് താഴോട്ടിട്ട് വീഴ്ച. പിന്നെ മുത്തശ്ശ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശൻ വിളി കേൾക്കില്ല, മുത്തശ്ശൻ നമ്മളെ മോനെ എന്ന് വിളിക്കുകയില്ല. അപ്പോൾ മുത്തച്ഛൻ്റെ ശരീരത്തിൽ എന്തെല്ലാം കഴിവുകളുണ്ടായിരുന്നോ ആ കഴിവുകളൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവണേ. അതിൻ്റെ കാരണം എന്താണ്? ആ ശരീരത്തിനകത്ത് എന്തോ ഉണ്ടായിരുന്നു, അത് ഇല്ലാതായി. അതാണ് ജീവൻ. നോക്കൂ, ജീവാത്മാ പരമാത്മാ ബന്ധം. സത്യം പറഞ്ഞൊരു ആത്മാവുള്ളൂ. ഇപ്പം നോക്കൂ, ഇപ്പോൾ സനാതനധർമ്മം പറയുന്നത് ഇങ്ങനെയാണ്, ഉപനിഷത്തുകൾ പറയുന്നത്. ഞാൻ ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ടേ. എന്ന് വെച്ചാൽ ശാസ്ത്രവിധി പ്രകാരം വായിക്കാനായിട്ട് ഞാൻ ബ്രാഹ്മണനൊന്നുമില്ലല്ലോ. എന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറേ ഉപനിഷത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. അതിൽ എല്ലാം ഉദാഹരണ സഹിതമാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജീവാത്മ പരമാത്മ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നോക്കൂ, വലിയൊരു വൃക്ഷം. ഇപ്പോൾ ഞങ്ങൾ പണ്ട് സാന്റാക്രൂസ് ഹൈസ്കൂളിലോട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ റെയിൻ ട്രീ എന്നും പറഞ്ഞ് മരമുണ്ട്. അതായത് മഴമരം എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ മരം എന്ന് വെച്ചാൽ ഒരു 5 ഏക്കർ സ്ഥലത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കണേ. അതിൻ്റെ തണൽ ഭയങ്കര വലിപ്പം. പോർച്ചുഗീസുകാർ വെച്ച മരമാണിത്. അപ്പോൾ നോക്കൂ, ഈ വൃക്ഷത്തിന് വിത്തുണ്ടല്ലോ, വിത്തിൽ നിന്നാണ് വൃക്ഷം ഉണ്ടാണ്. ആ വിത്ത് എന്തുമാത്രം ചെറുതായിരിക്കും. ആ വിത്ത് ഭൂമിയുടെ അടിയിൽ നിന്ന് അത് മുളച്ച് പൊട്ടണേണത്. പിന്നെ നമ്മൾ കാണുന്ന ഈ വൃക്ഷത്തിൻ്റെ വളർച്ച, ഇത് വളർന്ന് പന്തലിച്ച് 100, 200, 500 വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, പോർട്ടുഗലിലുണ്ട്. അപ്പോൾ ഈ വിത്തിൽ നിന്നാണ് ഈ വൃക്ഷം മുഴുവൻ ഉണ്ടാക്കണം. അതിന് എന്തോരം ചില്ലകളുണ്ടാവും, 100 കണക്കിന് 1000 കണക്കിന് ചില്ലകളുണ്ട്. ഈ ഇലകളാണെങ്കിൽ ലക്ഷക്കണക്കിന് ഇലകളാണ്, ചിലപ്പോൾ കോടിക്കണക്കിന് ഉണ്ടാവും. അമ്മാതിരിയാണ് ആ മരം നിൽക്കുന്നത്. ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം, സാന്റാക്രൂസ് ഗ്രൗണ്ട് മുഴുവനും അത് ഏകദേശം ഒരു പാതി ഭാഗം അത് കവർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വിത്തിൽ നിന്നല്ല ഇതെല്ലാം ഉണ്ടായത്. ഈ ഓരോ ഇലയിലും ഓരോ ചില്ലയിലും ഓരോ കൊമ്പിലും വിത്തിൻ്റെ അംശമാണുള്ളത്. ഈ വിത്ത് പരമാത്മാവായിട്ടും ഈ ഇലകളും ചില്ലകളും ഒക്കെ ജീവാത്മാക്കളായിട്ടും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പോൾ വിത്ത് നമ്മൾ കാണുന്നില്ല, വൃക്ഷമാണ് നമ്മൾ കാണുന്നത്. പരമാത്മാവിനെ നമ്മൾ കാണുന്നില്ല. ജീവന്മാരെ കാണുന്നുണ്ടല്ലോ, എന്നെയും, എനിക്ക് നിങ്ങളെ, നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളാണ് ജീവന്മാർ. അപ്പോൾ ജീവാത്മാ പരമാത്മാ ബന്ധം എന്ന് പറയും. അത് മനസ്സാണ് കാരണം. സനാതനധർമ്മം പറയുന്നത് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. നോക്കൂ, നിത്യാനിത്യ വസ്തു വിവേകം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് നിത്യമായ വസ്തു ആത്മാവ് ഒന്ന് മാത്രമാണ് നിത്യം. ഓക്കെ, മറ്റുള്ളതെല്ലാം അനിത്യങ്ങളായ വസ്തു. ഇത് കൂളിംഗ് ഗ്ലാസ്, തലമുടി, എൻ്റെ മുഖം, ഇത് കണ്ണിൻ്റെ സ്ഥാനത്ത് 2 ഊട്ടയാണ് ശരിക്കും പറഞ്ഞത്. തലയോട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? കണ്ണൊക്കെ പോയി, പിന്നെ 2 ഊട്ട മാത്രമേ, 2 ഊട്ട ഇല്ലേ? മൂക്കിൻ്റെ അവിടെ 2 ഊട്ട. ഇതാണ് തലയോട്ടി നമ്മൾ കാണുന്നത്, ഇല്ലേ? അപ്പോൾ ഇതെല്ലാം മായയാണ്. മായ എന്ന് വെച്ചാൽ
എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നത് എന്നാൽ സത്യത്തിലില്ലാത്തത്, അതാണ് മായ. നമ്മളൊക്കെ ശരീരം മായാ സൃഷ്ടിയാണ്. ഈ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? എന്തെങ്കിലും സ്വാധീനമുണ്ടോ? അങ്ങനെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിലെല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ആകില്ലായിരുന്നു. ആണോ? വിരൂപന്മാരും വിരൂപികളായിട്ടും മനുഷ്യർ ജനിക്കുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കിതിൽ യാതൊരു സ്വാധീനമില്ലെന്നാണ്. പിന്നെ ശരീരത്തിന് അതിൻ്റേതായ കർമ്മമുണ്ട്. ഇപ്പോൾ നമ്മൾ 1 വയസ്സിൽ അല്ലെങ്കിൽ 6 മാസമുള്ളപ്പോൾ ചുമ്മാ കിടക്കാൻ മാത്രം പറ്റുള്ളൂ. ഉറങ്ങുക, എണീക്കുക, പാൽ കുടിക്കുക, വീണ്ടും കിടക്കുക. അപ്പോൾ അന്നേരം ഉണ്ടായിരുന്ന ഞാൻ, പിന്നെ അത് കഴിഞ്ഞൊരു 5 വയസ്സായപ്പോൾ എന്താ പറയുക, ഓടിക്കളിച്ച് കിടക്കണമെന്ന് ഞാൻ. അതിൽ നിന്നും മാറിയിപ്പോൾ ഇല്ലേ? ഇനി ഇതിൽ നിന്നും മാറും. വയസ്സാവുമ്പോൾ പഴയ പോലെ തന്നെ കിടപ്പാവും. അങ്ങനെയാണ് നമ്മളിവിടെ നിന്ന് യാത്രയാവണത് ഇല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇപ്പോൾ ശരീരം എന്ന് പറയുന്നത് ആത്മാവല്ല. ശരീരം പ്രകൃതിയാണ് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതായത് ഞാൻ ശരീരമല്ല, ആത്മാവ് മാത്രമാണ് സ്വന്തം. ബാക്കിയെല്ലാം പ്രകൃതിക്ക് സ്വന്തമാണ്. ഈ പ്രകൃതിയിലാണ് ഈ സകല ചരാചരങ്ങളും ഉള്ളത്, ഞാനും നിങ്ങളും ഉള്ളത്. ഞാനിന്നലെ പറഞ്ഞില്ലേ നിത്യാനിത്യ വസ്തു വിവേകം. അതായത് ഇപ്പോൾ നമ്മളൊരു സംഗതി ചാരി നിൽക്കണേ എന്ന് വെച്ചാൽ മനസ്സ് ആണ് പ്രശ്നം. മനസ്സാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമെന്ന് പറഞ്ഞില്ലേ? അതായത് മനസ്സിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല, അതിന് ആശ്രയമില്ലാതെ ജീവിക്കാമില്ല. സ്ത്രീയെ പോലെയാണ് മനസ്സ് സ്ത്രീലിംഗമാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അപ്പോൾ ആശ്രയമില്ലാതെ കഴിയാൻ പറ്റാത്ത സംഗതിയാണ് മനസ്സ്. അപ്പോൾ നമ്മൾ ഓരോന്നിലും ആശ്രയിക്കണേ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കണേ, ഇന്ന് ഞാൻ എൻ്റെ മോനൊരു ബൈക്ക് മേടിച്ചു കൊടുക്കും, അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടും. മനസ്സിലായി? ചിലപ്പോൾ ഈ ബൈക്ക് ഓടിച്ചിട്ടായിരിക്കും ഇയാളെ ആക്സിഡൻ്റ് ആവണം, മരിക്കണം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ തീരാ ദുഃഖത്തിലൊന്ന് അവസാനിക്കും. അല്ലെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ അമ്മനെ അച്ഛനെയൊക്കെ നല്ലപോലെ നോക്കും. പക്ഷേ എത്ര നല്ലപോലെ നമ്മൾ അച്ഛനമ്മനെ നോക്കിയാലും, ഞാനും എൻ്റെ അമ്മനെ അച്ഛനെ നല്ലപോലെ നോക്കിയിട്ടുള്ള മനുഷ്യനാണ്. അവർ ഒരു സമയമാകുമ്പോൾ അവരുടെ വഴി മാറി അവർ പോകും. അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. മരണം ഒടുവിൽ ഡോക്ടറെയും കീഴ്പ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്. യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക. നമുക്ക് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയണം. യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാത്തത് മനസ്സിൻ്റെ ജാലവിദ്യ കാരണമാണ്. മനസ്സ് നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഇവർ 2 കൂട്ടം മാത്രമേ ഉള്ളൂ. കുറച്ച് ആൾ കണ്ണ് നല്ല ഭംഗിയുള്ള കമലഹാസൻ്റെ കണ്ണ് പോലെ, അരവിന്ദ് സ്വാമിയുടെ കണ്ണ് പോലെയൊക്കെ നല്ല ഭംഗി അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കമലഹാസൻ്റെ കണ്ണ് നോക്കും. ഇപ്പോൾ വയസ്സ് കൂടി തന്നെയാണ് അരവിന്ദ് സ്വാമിക്കും. അത്രയുള്ള കാര്യം. ഈ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് നൈമിഷികമാണ്, ശാശ്വതമല്ല. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ മിസ് വേൾഡ് ഉണ്ടായിരുന്നല്ലോ, ഐശ്വര്യ റായ്. എങ്ങനെ ഇരുന്നേച്ചവരും ഇപ്പോൾ ഒരു മുഖം കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ആ ഭംഗിയൊന്നും ഇപ്പോൾ ഇല്ല. 50 വയസ്സായി, അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു, 50 വയസ്സ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ പതിയെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഈ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, റിബൽ ചെയ്യാതെ ഇരിക്കുക, അത് സ്വീകരിക്കുക, അംഗീകരിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് പറയുക, ഇതല്ല ഞാൻ, എൻ്റെ ലക്ഷ്യം ഇതല്ല. എൻ്റെ ലക്ഷ്യം ഈ ശരീരത്തിനെ കുളിപ്പിക്കലും പല്ല് തേപ്പിക്കലും ഇതൊന്നുമല്ല. അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ, അതായത് അനാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, പല്ലും ശരീരവും ഒക്കെ, അത് ആത്മാവല്ല. അത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ആത്മാവല്ല. അപ്പോൾ ഈ ജീവാത്മാവെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇൻഡിവിജ്വൽ സ്പിരിറ്റ്. പരമാത്മാവെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്പിരിറ്റ്. അങ്ങനെയാണ് എൻ്റെ അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞതാണല്ലോ.
അപ്പോൾ ഈ ഇൻഡിവിജ്വൽ സ്പിരിറ്റ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പോകണേ എന്തുകൊണ്ടത് പോകുന്നു? എന്തുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിലിരുന്ന ഭ്രൂണത്തിൽ ഈ ഇൻഡിവിജ്വൽ സ്പിരിറ്റ് നുഴഞ്ഞ് കയറിയത്? എന്തുകൊണ്ടാണ്? അത് ജീവനെന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനമുണ്ട്. എന്താണ് ജീവൻ? നമ്മൾ ജീവൻ പോയി എന്നൊക്കെ പറയില്ലേ. എന്താണ് ജീവൻ? ആർക്കെങ്കിലും അറിയോ? ജീവൻ എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളെ അനുഭവിച്ചറിയുന്ന ആത്മാവ്, അതാണ് ജീവൻ. മനസ്സിലായോ? സുഖദുഃഖങ്ങളെ അനുഭവിച്ചറിയുന്ന ആത്മാവ്. സുഖദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? സൽക്കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് സുഖങ്ങൾ, ദുഷ്കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് ദുഃഖങ്ങൾ. അപ്പോൾ മുജ്ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത അനാദികാലമായിട്ട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മ ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചറിയുന്ന ആത്മാവിൻ്റെ പേരാണ് ജീവൻ അഥവാ ജീവാത്മാവ്. മനസ്സിലായോ? അപ്പോൾ ഈ ജീവൻ എങ്ങനെയാണ് മോക്ഷം കിട്ടണം? ജീവൻ അജ്ഞാന അന്ധകാരത്താൽ മൂടിയിരിക്കുകയാണ്. മനസ്സ് മുഴുവനും അജ്ഞാനമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കൂ. അച്ഛനമ്മനെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ യേശു പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ എൻ്റെ ശബ്ദം കേൾക്കുന്ന നാൾ വരും. അപ്പോൾ അതും വിശ്വസിച്ചുണ്ട്. യേശു പറഞ്ഞ കള്ളം വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ അപ്പനമ്മനെ കൊണ്ട് കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആരെങ്കിലും യേശു വന്നാൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ അമ്മയോ അച്ഛനോ കുഴിയിൽ നിന്ന് എണീച്ച് വന്നിട്ടുണ്ടോ? ഇല്ല. അത് അജ്ഞാനമാണ് അതിൻ്റെ കാരണം. അത് പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ അവർ വിശ്വസിക്കണം. മനസ്സിലായോ? പക്ഷേ അല്ലാതെ തന്നെ അജ്ഞാനം ഒരുപാടുണ്ട്. ഇപ്പോൾ ഭാര്യയും മക്കളെയും പിള്ളേരെയും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്നത് അജ്ഞാനമാണ്. കാറ് മേടിച്ചാൽ ഇനി കാറിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒരു ഫെരാരി ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി ഫെരാരി സ്വന്തമായി കഴിഞ്ഞാൽ ഇനി പ്രൈവറ്റ് ജെറ്റ് വേണമെന്ന് പറയും. ഇതിനൊന്നും ഒരു അവസാനമില്ല. ജെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ബഹിരാകാശ യാത്ര നടത്തണമെന്ന് പറയും. നമ്മുടെ സന്തോഷ് കുളങ്ങര ജി പറയുന്ന പോലെ. മനസ്സിലാവും? അപ്പോൾ ഇതിനൊരു അന്തവും കുന്തവും. ഓക്കെ. അപ്പോൾ ആ വഴിയല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. നമുക്ക് നമ്മളെ ഇപ്പം എനിക്ക് നിങ്ങളെ കാണാം, എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുമോ? കാണണമെങ്കിൽ ഒരു കണ്ണാടി വേണം. ആ കണ്ണാടിയാണ് ഗുരു. ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ കാതിലൂടെ നമ്മുടെ മനസ്സിൽ കയറുമ്പോഴാണ് നമുക്ക് നമ്മളാരാണ്, ഹൂ എം ഐ, ഞാൻ ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടണം. അപ്പോൾ ഞാൻ ആത്മാവാണ്, ശരീരമല്ല. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകാം, 72 ഘോരികളുടെ കൂടെ അടിപൊളിയായിട്ട് ജീവിക്കാം, അങ്ങനെയല്ല പറയണം. മനസ്സിലായി? സ്വർഗമല്ല ഹിന്ദുവിൻ്റെ പരമമായ ലക്ഷ്യം, മോക്ഷമാണ് ലക്ഷ്യം. സ്വർഗത്തിനൊക്കെ പുല്ലുപോലെ തട്ടി കളഞ്ഞാൽ മാത്രമേ മോക്ഷം എന്ന് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. മോക്ഷം എന്ന് വെച്ചാൽ, സ്വർഗം എന്ന് വെച്ചാൽ സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് സുഖങ്ങൾ. മോക്ഷം അങ്ങനെയല്ല. സൽക്കർമ്മത്തിൽ നിന്നല്ല മോക്ഷം കിട്ടുന്നത്, കർമ്മത്തിൽ നിന്നല്ല മോക്ഷം കിട്ടുന്നത്. കർമ്മഫലത്തെ, സൽക്കർമ്മമായാലും സൽക്കർമ്മത്തിൻ്റെ ഫലത്തെ വിധി പോലെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞേക്കണം. ഈ ഫലമൊന്നും എനിക്ക് വേണ്ട, ഞാനിതിനു വേണ്ടിയൊന്നുമല്ല കർമ്മം ചെയ്യണം, ഞാൻ നിഷ്കാമ കർമ്മിയാണ്, യാതൊരു ഇതും പ്രതിഫലവും ഇച്ഛിക്കാതെ ഞാൻ കർമ്മം ചെയ്യുന്നത്. എൻ്റെ ലക്ഷ്യം മോക്ഷമാണ്. മോക്ഷം എങ്ങനെയാണ് നേടുന്നത്? അറിവിലൂടെയാണ് മോക്ഷം നേടുന്നത്. ഇപ്പം നോക്കൂ, ഒരു പാത്രം, അതിൽ അഴുക്ക് പിടിച്ചിരിക്കണേ, കുറേ നാളായിട്ട് കഴുകാണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു അഴുക്ക് പാത്രം. പക്ഷേ അത് മിന്നിത്തിളങ്ങിയിരുന്ന പാത്രമാണ്, അത് അഴുക്ക് പാത്രമായി. പക്ഷേ ഈ അഴുക്ക് പതിയെ ഉരച്ചൊരച്ച് സോപ്പിട്ട് കഴുകി ഈ അഴുക്ക് മുഴുവനും കളഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും തിളങ്ങൂലേ? അതുപോലെ തന്നെയാണ് ജീവൻ്റെ കാര്യം.
ജീവനെ അജ്ഞാന അന്ധകാരം വന്ന് മൂടിയിരിക്കണേ മനസ്സ്. അപ്പോൾ ഈ മനസ്സിൽ നിന്ന് ഈ അജ്ഞാനമൊക്കെ പോകണം. അത് ഗുരുവിനെ കൊണ്ടേ കഴിയുള്ളൂ ആ അജ്ഞാനമൊക്കെ കളയാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള മാർഗം നിർദ്ദേശിക്കാൻ. അത് യോഗമാർഗത്തിലൂടെ എന്നാണ് പറയണത്. അഷ്ടാംഗ യോഗവിദ്യ, അഹിംസ അതിലാദ്യത്തെ, ബ്രഹ്മചര്യം. അഹിംസ എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ തിന്നാതിരിക്കുക എന്നത് മാത്രമല്ല കേട്ടോ അഹിംസ എന്ന് പറഞ്ഞാൽ. അഹിംസ എന്ന് വെച്ചാൽ ആരെയും ഹിംസിക്കാതിരിക്കുക, ഒരു പ്രാണിയെയും ദ്രോഹിക്കാതിരിക്കുക, ഹിംസ ചെയ്യാതിരിക്കുക, അതാണ് അഹിംസ. അപ്പോൾ തീർച്ചയായിട്ടും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. അതതിൻ്റെ ബേസിക് ലെവലിലുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ കാമവിചാരം മനസ്സിലുണ്ടാവാതിരിക്കലാണ് ബ്രഹ്മചര്യം. അല്ലാണ്ട് ഒരു പെൺകുട്ടിയോട് ലൈംഗികത അതല്ല ബ്രഹ്മചര്യം. കാമവിചാരം ഉണ്ടാകരുത്, അതാണ് ബ്രഹ്മചര്യം. അതാണ് ശരിയായ ബ്രഹ്മചര്യം. അല്ലാണ്ട് പെണ്ണിനെ കാണുമ്പോൾ നോക്കും, ഇവളുടെ കൂടെ എനിക്ക് ലൈംഗികതയ്ക്ക് താല്പര്യമുണ്ട്, പക്ഷെ അവൾക്ക് സമ്മതം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചര്യവും ഇല്ല. അത് മനസ്സിലാവും. അങ്ങനെയല്ല, അങ്ങനെ പെണ്ണിനെ നോക്കാനും പാടില്ല, അങ്ങനെ ഒരു വിചാരവും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതാണ് ബ്രഹ്മചര്യം. ഈ രണ്ട് കാര്യങ്ങൾ ബേസിക്കാണ്. ഈ രണ്ടും ഈ അഷ്ടാംഗ യോഗ വിദ്യയിൽ ആദ്യത്തെ യമ എന്ന് പറയുന്ന ഇത് 5 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങളാണിത്. പിന്നെ സത്യം പറയണം, അസ്തേയം, കളവ് ചെയ്യാൻ പാടില്ല, പിന്നെ അപരിഗ്രഹം, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ പാടില്ല. അത് നമുക്ക് ബേർഡനൊന്നും പാടില്ല. നമ്മുടെ ശരീരം തന്നെ നമുക്ക് ബേർഡൻ എന്നാണ് നമ്മൾ കരുതുന്നത് ഒരു യോഗിയായി മാറുമ്പോൾ. മനസ്സിലായോ? പിന്നെ ദേഹാഭിമാനം പോലും ഇല്ലാത്തവന് എന്തിനാണ് മറ്റ് സാധനങ്ങൾ സമ്മാനങ്ങളൊക്കെ സ്വീകരിക്കുന്നത്? ശങ്കരാചാര്യ നോക്കൂ, ശങ്കരാചാര്യർക്ക് രാജാവ് കുറേ ധനം കൊണ്ടൊന്ന് കൊടുക്കണേ. അപ്പോൾ ശങ്കരാചാര്യ അത് സ്വീകരിച്ചില്ല. ഞാൻ സന്യാസിയാണ്, എനിക്കെന്തിനാണ് ധരം? കൈക്കുമ്പിളിൽ അന്നം, വെറും തറയിൽ ഉറക്കം, ഇങ്ങനെ ജീവിക്കുന്ന എന്നെ എങ്ങനെ ദുഃഖം അലട്ടാനാണെന്നാണ് ശങ്കരാചാര്യ ചോദിക്കണം. നഷ്ടപ്പെടാൻ നമുക്ക് വെറും കീറപ്പായകൾ മാത്രമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റരോട് പറയില്ല. അതിൻ്റെ ഒരു വെർഷൻ. അതായത് എൻ്റെ ഒരു ഒന്നുമില്ല, നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുണ്ടാവൂ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒന്നും കരുതാൻ പാടില്ല. ഒരു കമണ്ടലും ഇത് വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇതാണ് ഈ സന്യാസിയുടെ അടുത്തുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന സന്യാസികൾ അങ്ങനെയൊന്നുമില്ല. ഈ രവിശങ്കറും ഈ സദ്ഗുരുവും ഇവരൊക്കെ കോടീശ്വരന്മാരാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ കപട സന്യാസികളാണ്. ശങ്കരാചാര്യ പോലെ ആയിരുന്നെങ്കിൽ ഇവർ ഇത് കാശൊന്നും സ്വീകരിക്കില്ലായിരുന്നു. ശരിക്കുള്ള സന്യാസികൾ അങ്ങനെയാണ്. അത് മാത്രമല്ല, ഭാരതം വിട്ട് വെളിയിൽ പോവില്ല സന്യാസി. ഭാരതം വിട്ട് വെളിയിൽ പോവില്ല, ഒരിക്കലും പോവില്ല. സന്യാസി ഭാരതത്തിൽ മരിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഈ വിവേകാനന്ദനും ഇവരൊക്കെ ഈ എന്താണ് ശ്രീല പ്രഭുപാദ, പിന്നെ രവിശങ്കർ, സദ്ഗുരു, ഇവരൊക്കെ ഫ്രോഡുകളാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അത് നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുക, അത് നിങ്ങളുടെ വിധി പോലെ വരും. ഈ കാര്യം നിങ്ങളോട് പറയേണ്ടത്, നിങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കുന്ന ഫ്രോഡുകളെയാണ് എന്ന് പറയേണ്ടത് എൻ്റെ ധർമ്മം. അത് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അത് വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക, ഐ ഡോണ്ട് കെയർ. മനസ്സിലായോ? നിങ്ങളങ്ങനെ നിർബന്ധിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നിർബന്ധിച്ചല്ലല്ലോ, താനേ പഴുക്കണം, തല്ലിപ്പഴുപ്പിക്കരുതല്ലോ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പക്ഷേ ഈ അറിവുകളെല്ലാം സനാതനധർമ്മമാണ് നമുക്ക് ഈ അറിവുകളെല്ലാം തരുന്നത്. എന്താണ് മനസ്സ്? ബൈബിളിനോട് ചോദിക്കൂ, എന്താണ് മനസ്സ്? മറുപടി ഉണ്ടോ? ഒരു മറുപടിയില്ല. ഖുറാനോട് ചോദിക്കൂ, എന്താണ് മനസ്സ്? വാട്ട് ഈസ് മൈൻഡ്? മൈൻഡ് എന്ന് പറഞ്ഞാൽ, മനസ്സെന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഒരു മറുപടിയില്ല. സനാതനധർമ്മത്തിൽ മറുപടിയുണ്ട്. മനസ്സിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദേവി പറയുന്നുണ്ട്. ഭഗവാൻ ശിവനോട് ദുർഗാദേവി സംസാരിക്കുന്നുണ്ട്. അതായത് കാശി അവിമുക്ത ക്ഷേത്രം, അതായത് പ്രളയകാലത്ത് പോലും നശിക്കാത്തത്.
പ്രളയകാലത്ത് പോലും ഭഗവാൻ സംരക്ഷിച്ച് നിർത്തുന്നത്. അതാണ് കാശി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദേവി ദുർഗാദേവി പരമശിവനോടൊരു കാര്യം പറയുന്നുണ്ട്. ഈ മനസ്സെന്ന് പറയുന്നത് സാഗരം പോലെയാണ്, കടൽ പോലെയാണ്. അതിൽ വികാരങ്ങളാകുന്ന കാറ്റടിച്ച് ചിന്തകളാകുന്ന തിരമാലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത്. എന്താ ഒരു അറിവ്! മനസ്സിനെക്കുറിച്ച് ഇതിനും വലിയ അറിവ് ആർക്ക് തരാൻ കഴിയും? മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ആനനെ കണ്ടിട്ടില്ലാത്ത മനുഷ്യനാണെന്ന് വിചാരിക്കുക, പക്ഷെ കാട്ടുപോത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആന എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം ഇല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾ ആനനെ ജന്മത്ത് കണ്ടിട്ടില്ല, ഒരു ചിത്രം പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണേ, ഈ ആനയെന്ന് വെച്ചാൽ നിങ്ങൾ കാട്ടുപോത്ത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ കാട്ടുപോത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാട്ടുപോത്തിൻ്റെ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി വലിപ്പം ഉണ്ടാവും. പിന്നെ തുമ്പിക്കൈ എന്ന് പറയുന്ന സാധനങ്ങൾ മൂക്കിങ്ങനെ നീണ്ടു വരും. ഇതാണ് ആനയെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ കിട്ടില്ലേ? ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? അതേപോലെ മനസ്സെന്താണെന്നുള്ളതിന് ഒരു ഉദാഹരണം പറയണം. മനസ്സെന്ന് പറഞ്ഞാൽ കടൽ പോലെയാണ്. കടലെന്താ സംഭവിക്കണം? കടൽ കണ്ടിട്ടില്ലേ? കടലിങ്ങനെ തിരമാലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാറ്റടിക്കുന്നുണ്ടാണ് തിരമാല ഉണ്ടാണ്. കാറ്റടിയുടെ ശക്തി കൂടുന്തോറും തിരമാലകളുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. കൊടുങ്കാറ്റടിച്ചാൽ വലിയ തിരമാല വരും അല്ലേ? അപ്പോൾ വികാരങ്ങളാണ് കാറ്റെന്നാണ് പറയുന്നത്. വിചാരങ്ങൾ, ചിന്തകൾ, തിരമാലകൾ. അപ്പോൾ വലിയ വികാരം. ഇപ്പോൾ ഒരാൾ നിങ്ങളെ മുഖത്ത് നോക്കി നിങ്ങളുടെ അച്ഛനും അമ്മനെയൊക്കെ ചീത്ത വിളിക്കണേ, അപ്പോൾ നിങ്ങൾക്കൊരു വികാരം ഉണ്ടാവും, ഒരു രോഷം എന്ന് പറയും. അതിന് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒറ്റ അടിയായിരിക്കും അതിനോട് കൊടുക്കുക. മനസ്സിലായോ? അത് കൊടുങ്കാറ്റ് വന്ന പോലെയാണ്. അത് അയാൾ വിട്ട കാറ്റിൽ നിന്നുണ്ടായ കൊടുങ്കാറ്റാണ്, ഉണ്ടായ വലിയ തിരമാലയാണത്. മനസ്സിലായോ? മനസ്സിനെ സ്വാധീനിക്കുന്നത് വികാരങ്ങളാണ്. പിന്നെ കടലിൽ കാറ്റടിച്ച് തിരമാലകൾ ഉണ്ടാകുന്നത് പോലെ മനസ്സിൽ വികാരങ്ങൾ വരുമ്പോൾ ചിന്തകളുണ്ടാകുന്നു. അതിനനുസരിച്ചാണ് പ്രവൃത്തി. ചിന്ത അനുസരിച്ചാണ് പ്രവൃത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. നമ്മുടെ സനാതനധർമ്മം പറയണേ, ബൈബിളിലെ ഖുറാനിലെ പഞ്ചഭൂതം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ മനസ്സെന്ന് പറയുന്നതാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ മനസ്സെന്ന് പറയുന്നത് ആശ്രയമില്ലാതെ അതിന് നിലനിൽപ്പില്ല. അത് സ്ത്രീയെ പോലെയാണ്. അതിനെപ്പോഴും ഒരു പെണ്ണായി കഴിഞ്ഞാൽ ഒരാൺതുണ വേണമെന്ന് പറയില്ലേ, അതേപോലെ മനസ്സിന് ഒരു തുണ വേണം, ഒരു ആശ്രയം വേണം. അത് നമ്മൾ നമ്മുടെ മക്കളിലും ഭാര്യയിലും അച്ഛനമ്മയിലും എല്ലാവരിലും നമ്മൾ അതിൽ ആശ്രയം കണ്ടെത്താൻ നോക്കണേ. പക്ഷേ ഇവരൊക്കെ നമ്മളിന്ന് അകന്നു പോകാനുള്ളവരാണ്. നമ്മൾ ചാകുമ്പോൾ ഇവരാരും നമ്മുടെ കൂടെ വരാൻ പോകണം, ഒറ്റക്ക് പോകണം. മനസ്സിലായോ? അല്ലെങ്കിൽ അവർ ആരെങ്കിലും മരിച്ചാൽ അവരുടെ പുറകെ നമുക്ക് അവരെങ്ങടെ പോണേന്ന് പോലും നമുക്കറിയാൻ പാടില്ല. ജീവൻ, ശരീരം ഇല്ലാത്തുള്ള ജീവൻ, അതെങ്ങടാ പോകണം, ഏത് ജീവിയുടെ ഉള്ളിലോട്ടാണ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ഡോക്ടർക്ക് പോലും അറിയാൻ പാടില്ല. ഡോക്ടർ ഇങ്ങനെ നാടി പിടിച്ചു നോക്കിട്ടാ മരിച്ചു, ഇത്രയും പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ മനസ്സെന്ന് പറയുന്നത് ആശ്രയമില്ലാതെ കഴിയാൻ പറ്റാത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചാരി നിൽക്കണത് നമ്മൾ ആശ്രയിക്കാനാണല്ലോ. അതിനെ നമുക്ക് നേരക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു നില ചാരി നിൽക്കണത് ഇല്ലേ? എൻ്റെ കാലുകൾ തന്നെ എൻ്റെ ബലം താങ്ങുമെങ്കിൽ എനിക്ക് ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. ചാരി നിൽക്കണത് ഞാൻ ടയർഡായി, അതുകൊണ്ട് ചാരി നിൽക്കണേ. അപ്പോൾ ചാരി നിൽക്കണത് നല്ല ഉറപ്പുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വീഴില്ല. അത് ചുള്ളിക്കമ്പാണെങ്കിൽ ആ ചുള്ളിക്കമ്പ് ഒടിഞ്ഞു പോവും, നമ്മൾ താഴെ കിടക്കും. അപ്പോൾ മനസ്സിന് ആശ്രയം കൂടിയേ തീരൂ. മനസ്സിൻ്റെ ഏക ആശ്രയം ഈശ്വരനാണ്, ഈശ്വരൻ മാത്രമാണ്. ഈശ്വര ചിന്തയിതൊന്നേ ശാശ്വതം ഈ ഉലകിൽ എന്ന് കവി പാടിയത് അതുകൊണ്ടാണ്. ഈ തത്വങ്ങളൊക്കെ അറിയാവുന്ന കവിയാണ് അങ്ങനെ പാടിയത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ജോലി
ഒക്കെയുള്ള സ്ഥലത്തെത്തി. ഇന്നിപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു, സനാതനധർമ്മം പറയുമ്പോൾ അത് മാത്രം പറയുക, ബൈബിള് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിളിനെക്കുറിച്ച് പറയാതെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സനാതനധർമ്മത്തെക്കുറിച്ച് എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതി പറഞ്ഞത്. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.